ക്രിസ്മസ് അവധി തുടങ്ങിയതും കണ്ണടച്ച് തീരുന്നതിന് മുന്നേ അത് തീരുന്നതും കണ്ടു. എന്തായാലും വാവേനെ എവിടെയും കൊണ്ടുപോയെന്ന് പറഞ്ഞ് പരാതി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് സ്നേഹതീരം എന്ന തൃശ്ശൂരുള്ള കടപ്പുറത്താണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ അവിടെ പാർക്കിലാണ് കയറിയിട്ട്. ഭയങ്കര വെയിലായിരുന്നു, ഉച്ച ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ പാർക്കിൽ കയറി പാർക്കിൽ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നിങ്ങൾ കടലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പാർക്കിലെത്തിയതും കലാപരിപാടികൾ തുടങ്ങി. വാവ സ്വന്തമായി എല്ലാത്തിലും കയറാനൊക്കെ തുടങ്ങി. ലല്ലുക്കുട്ടൻ ആദ്യമൊക്കെ പേടിയാണെങ്കിലും 3 പേര് വട്ടം നിന്ന് അവരുടെ പേടിയൊക്കെ മാറ്റി. അവരെല്ലാം പിള്ളേരെ നോക്കുന്ന തിരക്കിലായിരുന്നു. അവിടെ ഒരു പണിയും ഇല്ലാതിരിക്കുന്നത് ഞാനും ഈ വാ പിടിച്ചിരിക്കുന്ന തവളയുമായിരുന്നു. അങ്ങനെ എൻ്റെ ലല്ലുക്കുട്ടൻ തന്നെയൊക്കെ ധൈര്യശാലിയായിട്ട് കാര്യപ്രാപ്തിയുള്ള ഒരു പുരുഷനായി മാറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പാർക്കിലെ വിഹാരാനന്ദന്റെ പ്രകടനത്തിന് ശേഷം കടലിലേക്കുള്ള പടവുകൾ ചവിട്ടി ഇറങ്ങുകയായിരുന്നു ഞങ്ങൾ. ധൈര്യമൊക്കെ കണ്ടാൽ ഓർക്കും കടലിന്റെ അടിത്തട്ടി പോയി മീനെ പിടിക്കാനായിട്ട് ഇരിക്കുകയാണെന്ന്. കടലിന്റെ ഒരു മൂലയിൽ പോയി സ്ഥാനം ഉറപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് വെള്ളത്തിൽ തോണ്ടി കളിക്കുകയായിരുന്നു ഞങ്ങൾ. കടലമ്മയെ ഇക്കിളിയാക്കി പോലും നോവിക്കാനില്ല എന്നും പറഞ്ഞ് അച്ഛനും അമ്മയും അവിടെ പോയി ഒരു പാറയിൽ കുത്തിയിരിപ്പായി. വെള്ളം തൊട്ടാൻ അലർജിയുള്ള എന്നെ അവർ വെള്ളത്തിൽ മുക്കി പൊക്കി എടുത്തു ഗൈസ്. അങ്ങനെ സന്ധ്യയോട് എടുക്കാറായപ്പോൾ ആ വിജനിപ്പിച്ച കടലിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി. അങ്ങനെ ഫുഡ് എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഫുഡ് വാങ്ങി തന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഹൈമാളിലേക്കാണ്, തൃശ്ശൂരിലുള്ള ഹൈമാളിലേക്ക്. അവിടെ അധിക നേരം നിർത്തുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കുട്ടേട്ടൻ തന്നെ ഞങ്ങളെ സമാപനം കൂടി കാണിച്ച് വീട്ടിലേക്ക് തിരിച്ചു.